ഇടുക്കി നെടുങ്കണ്ടം ഇരട്ട കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സജി കീഴടങ്ങിയിരിക്കുന്നു. വീടിന് സമീപത്തെ വനമേഖലയിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. തെറ്റുപറ്റിപ്പോയെന്നും താൻ കീഴടങ്ങുന്നുവെന്നും സജി നാട്ടുകാരോട് പറഞ്ഞു. നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പിടികൂടുകയായിരുന്നു. പോലീസിനോടും സജി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. നെടുങ്കണ്ടം സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, കഴിഞ്ഞ ദിവസം ഈ മൃതദേഹങ്ങൾ കണ്ടു എന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ എത്തിയപ്പോഴാണ് സജി ഓടി രക്ഷപ്പെട്ടത്. സജിക്ക് വേണ്ടി പല നിലക്കുള്ള അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. അതിനിടെ സജി തന്നെ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നു. സജി കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? ഈ കൊലപാതകം എങ്ങനെ നടത്തി, എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ സജി നൽകുന്ന വിവരങ്ങൾ എന്താണ്? അതിക്രൂരമായ ഇരട്ടക്കൊലപാതകം നടത്തിയ സജി എന്ന ചെറുപ്പക്കാരന്റെ നിലവിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പോലീസ് എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 12:30യോടെ അടുപ്പിച്ചാണ് നെടുങ്കണ്ടത്തെ സജിയുടെ തന്നെ ഈ കൊലപാതകം നടന്ന വീടിന് സമീപത്തെ വനമേഖലയിൽ നിന്ന് സജി ഇറങ്ങി വരുന്നത്. തൊട്ടടുത്തുള്ള ഒരു കടയിൽ വന്നിരുന്ന് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നാട്ടുകാരോടും പോലീസുകാരോടും പറയുകയായിരുന്നു സജി എന്നുള്ളതാണ്. ഉടനെ തന്നെ പോലീസ് സജിയെ പിടികൂടുകയും തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നുള്ളതാണ്. ചോദ്യം ചെയ്യലിലും അവശനിലയിലായിരുന്ന സജി ചോദ്യം ചെയ്യലിലും തനിക്ക് പറ്റിപ്പോയി, താനാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളത് ആവർത്തിക്കുന്നുണ്ട്. ഏതായാലും കുറ്റസമ്മതം നടത്തിയ പശ്ചാത്തലത്തിൽ മറ്റ് നടപടികളിലേക്ക് എന്തിനാണ് കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഇനി ഉയരുന്നത്. നേരത്തെ തന്നെയും സജിയുടെയും മരണപ്പെട്ട മേരിക്കുട്ടിയുടെയും അടക്കം ബന്ധുക്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സജി നിരന്തരം മദ്യപിച്ച് വീട്ടിലെത്തി സംഘർഷങ്ങൾ സൃഷ്ടിക്കാറുണ്ടായിരുന്നു. പലപ്പോഴും മേരിക്കുട്ടിയെ തന്നെ മർദ്ദിക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സഹോദരി അടക്കമുള്ളവർ സമ്മതിക്കുന്നുണ്ട്. ഈ നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈരാഗ്യമാണോ ഈ നിലയിലേക്കുള്ള ആക്രമണത്തിലേക്ക് കടന്നത് എന്നുള്ള ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത്. ഇതിന് ഉത്തരം പറയേണ്ടത് സജി തന്നെയാണ്. ചോദ്യം ചെയ്യലിൽ ആ വിവരങ്ങളൊക്കെ പോലീസിനോട് പങ്കുവയ്ക്കും എന്നുള്ള പ്രതീക്ഷയാണ് പോലീസും നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും മരണപ്പെട്ട 2 മൃതദേഹങ്ങൾ, ഇന്നലെ കണ്ടെടുത്ത 2 മൃതദേഹങ്ങൾ അത് മരണപ്പെട്ട മേരിക്കുട്ടിയുടെയും റജിയുടേതുമാണ് എന്ന് ബന്ധുക്കൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അവരെ നെടുങ്കണ്ടത്തേക്ക് കൊണ്ടുവന്നു. ഏതാണ്ട് 1:30യോടുകൂടി അവരുടെ സംസ്കാരം സജിയെ ചോദ്യം ചെയ്യുകയാണ്. എങ്ങനെ ഈ കൊലപാതകം നടത്തിയെന്ന് സജി തന്നെ തുറന്ന് സമ്മതിക്കണമെങ്കിൽ കൂടിയും ഈ മൃതദേഹങ്ങൾ കണ്ട സ്ഥിതിക്ക് എങ്ങനെയാണ് ഈ മരണം എന്നത് സംബന്ധിച്ച് പ്രാഥമികമായി എന്തെങ്കിലും നിഗമനങ്ങൾ പോലീസിനുണ്ടോ ആഷിഖ്? സജി 2 പേരെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഒറ്റയ്ക്ക് തന്നെയും വീടിന് മുറ്റത്തെ കുഴിച്ചിടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നിലവിൽ അനുമാനിക്കുന്നത്. കാരണം വലിയ ആഴത്തിലുള്ള ഒരു കുഴിയല്ല മുറ്റത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സജി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഒരു കുഴിയാണ്. ആ കുഴിയിൽ 2 പേരെയും ഒരുമിച്ച് മൂടുകയായിരുന്നു എന്നുള്ള കണക്കുകൂട്ടലാണ് പോലീസിനുള്ളത്. പിന്നീട് പലവട്ടം സഹോദരി സിനി നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ ആ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. സിനി അന്വേഷിക്കുമ്പോൾ, അമ്മയും സഹോദരനും എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും പറയുകയായിരുന്നു. ഇതാണ് പിന്നീട് സംശയത്തിലേക്ക് നയിച്ചത്. സിനി ചില സംശയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. സജിയുടെ സുഹൃത്തുക്കൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ, ഈ വിഷയം അന്വേഷിക്കണം എന്നുള്ള ആവശ്യം സിനി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ വിഷയങ്ങളും പരിശോധിക്കുമെന്ന് സ്വാഭാവികമായും പോലീസ് പറയുന്നുണ്ട്. കൂടാതെ സജിയുടെ ഫോണിലേക്ക് പിതാവിന്റെ തിരോധാനത്തിനും ഇപ്പോൾ സജിയെ സംശയിക്കുന്നുണ്ടല്ലോ. പിതാവ് മരിച്ചു എന്നാണോ പിന്നീട് അറിയാൻ കഴിഞ്ഞതോ ഇപ്പോഴും തിരോധാനം എന്ന രീതിയിൽ, കാണാതായി എന്ന രീതിയിൽ തന്നെയാണോ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉള്ളത്? സൈഫുദ്ദീൻ, അതും ഈ കേസിലെ നിർണായകമായ ഒരു ഘടകമാണ്. 2018 സജിയുടെ അച്ഛൻ, എന്ന് വെച്ചാൽ മരണപ്പെട്ട മേരിക്കുട്ടിയുടെ ഭർത്താവ് കാണാതാകുന്നത്. ഈ കാണാതാകുന്നതിനെ തുടർന്ന് ഈ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യും, പ്രാഥമികമായ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ മൃതദേഹം കണ്ടെടുക്കാനോ മറ്റ് ഒന്നിനും തന്നെയും കഴിഞ്ഞില്ല. ഇയാൾ അപ്രത്യക്ഷനായി എന്നുള്ള നിലയിലേക്ക് ആ കേസ് പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് അന്വേഷണം നടന്നില്ല. ഇപ്പോൾ ഈ ഘട്ടത്തിൽ 2 നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ചെയ്ത് സജി രക്ഷപ്പെട്ടതോടുകൂടിയാണ് 2018 ഈ തിരോധാനവും ഒരു കൊലപാതകമാണ് എന്നുള്ള സംശയം ബന്ധുക്കൾ തന്നെയും ഉന്നയിക്കുന്നത്. പ്രധാനമായും അത് മുന്നോട്ട് വെച്ചത് ഈ സംഭവത്തിൽ പരാതി നൽകിയ സിനി ആയിരുന്നു എന്നുള്ളതാണ്. സിനിയും പറയുന്നത് തന്റെ പിതാവിനെ സജി കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അതുകൂടി പരിശോധിക്കണം എന്നുള്ള ആവശ്യം സിനി മുന്നോട്ട് വയ്ക്കുന്നു. പോലീസ് തന്നെയും ഇന്നലെ ജില്ലാ പോലീസ് മേധാവി അടക്കം ഈ വിഷയത്തിൽ പറഞ്ഞത് 2018 രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്ന ആ കേസ് വീണ്ടും അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നെടുങ്കണ്ടം പോലീസ് ആ കേസ് വീണ്ടും പരിശോധിക്കും. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ആ വിഷയം കൂടി സജിയുടെ അടുത്ത് ചോദിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. 2018 എന്ത് സംഭവിച്ചു എന്നുകൂടി അറിയണമെങ്കിൽ ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യലിൽ സജി എന്ത് പറയും, പോലീസിനോട് എന്ത് പറയും എന്നുള്ളത് നിർണായക
നിർണായകമാണ്. ഇന്നലെ പുറത്തെടുത്തിരിക്കുന്ന 2 മൃതദേഹങ്ങൾ ആ കൊലപാതകം താനാണ് ചെയ്തത് എന്ന് സജി സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ 2018 തന്റെ പിതാവിനെ സജിയാണോ കൊലപ്പെടുത്തിയത് എന്നുള്ള ചോദ്യം ഇനിയും അവശേഷിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. കൂടാതെ 2018 കാണാതെ പോയ മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യുവിന്റെ മൃതദേഹവും കണ്ടെടുക്കേണ്ടതുണ്ട്. അങ്ങനെ നെടുങ്കണ്ടത്ത് സംഭവിച്ചിരിക്കുന്ന കൊലപാതകങ്ങളുടെ നിഗൂഢത, ദുരൂഹത പുറത്തു വരണമെങ്കിൽ എന്താണ് സജി ചോദ്യം ചെയ്യലിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സൈഫുദ്ദീൻ. യെസ്, എന്തായാലും നെടുങ്കണ്ടത്ത് മരിച്ച 2 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. കണ്ടെത്തിയ മൃതദേഹങ്ങൾ മേരിക്കുട്ടിയുടെയും മകൻ റജിയുടേതുമാണെന്ന് ബന്ധുക്കളും സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനിടെ വർഷങ്ങൾക്ക് മുൻപ് കാണാതായ മേരിക്കുട്ടിയുടെ ഭർത്താവ് കൊല്ലപ്പെട്ടതാണെന്ന് ബന്ധുക്കൾക്ക് സംശയമുണ്ട്. അതിലിപ്പോൾ ബന്ധുക്കളുടെ തന്നെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഒരു പ്രതികരണത്തിലേക്ക് പോകും. ഇനി അവനെ അപ്പൻ എവിടെ കുറിച്ചാണ് പറഞ്ഞാൽ മതി. ആ ഒരു കേസ് ക്ലോസ് ചെയ്തിട്ട് അവൻ തന്നെ പറയണം അവനെ അപ്പനെ കുറിച്ച്. അത് അറിയണം, ഞങ്ങൾക്ക് അറിയണം. ഈ പിതാവിന്റെ തിരോധാനത്തിൽ ഇപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഒരു സംശയം? അതെ, ഉറപ്പായിട്ടും. ഇത് ഇത്രയും കാലം അവനെ ആരും പിടിക്കുന്നില്ല കണ്ടപ്പോൾ അവനെ അടുത്തതും കൂടെ ചെയ്തു. ഒരു കുഴപ്പമില്ല. ഇതിപ്പോ 10, 30 ദിവസം 20 ദിവസം കൊണ്ടായില്ലേ. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലെന്ന് ആരും അറിയത്തു പോലും ഇല്ലേ കാര്യങ്ങൾ. യെസ്, എന്തായാലും വലിയ നടുക്കവും ഞെട്ടലും ഒപ്പം വലിയ നിഗൂഢതയും ദുരൂഹതയും ഒക്കെ ബാക്കിയാക്കുന്ന സംഭവമാണ്. ഒരു കുടുംബത്തിലെ 3 പേരെയും ഈ സജി വകവരുത്തിയോ എന്ന സംശയമാണ് ഇപ്പോഴുള്ളത്.